പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ നിമിഷത്തിനായി ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് ഈ സന്ധ്യായാമത്തിൽ ഒന്നിച്ച് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ മഹത്വം കരേറ്റുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠഭക്തന്മാർക്ക് ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രികാലം എല്ലാവരെയും ധന്യകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ അല്പനിമിഷം കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിത്തീരാം. ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കുമാറാകട്ടെ. പ്രീസറോട് പ്രാരംഭത്തിൽ ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടിയതിന് ശേഷം അല്പനിമിഷം വചനം ചിന്തിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രീസറോട്
കർത്താവേ, രാത്രികാലം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ കുടുംബവും ഇത്രത്തോളം എത്തുവാൻ അടിയൻ എന്തുള്ളൂ. അതേ കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന് ശ്രേഷ്ഠകരമായ പദവി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നു. ആ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷം ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കൃത്യമായി ഇടപെടണം. അത് ആ ജീവിതങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു, യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഒന്നിച്ച് ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലായി തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി സ്വർഗ്ഗം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അല്പനിമിഷത്തേക്ക് സാദരം ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിത്തീരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം നമുക്ക് ദൈവത്തിൽ വായിക്കാം. ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. രാജാവ് സ്ത്രീയോട്, നിന്റെ വീട്ടിലേക്ക് പോക, ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇത്. ഒരു വിധവ ചെന്നിട്ട് രാജാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. വിധവയായ ഒരു സ്ത്രീക്ക് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. തനിക്ക് ലഭിക്കപ്പെട്ട 2 ആൺകുട്ടികൾ അവർ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഒരുവനെ ഒരുവൻ കൊന്നു. ആ ഭാഗം അങ്ങനെ വായിക്കുന്നത്. 4 മുതലുള്ള വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒരുവനെ ഒരുവൻ കൊന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം എഴുന്നേറ്റു. അവരുടെ കുലം മൊത്തത്തിൽ പ്രശ്നമായി. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരുവനെ കൊന്നുകളഞ്ഞല്ലോ, ആ കൊന്നുകളഞ്ഞവൻ ആരാണ്? അവനെ വിട്ടുതരണം, നമ്മൾ അവനെ കൈകാര്യം ചെയ്തോളാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനെ കൊന്നുകളഞ്ഞേക്കാം എന്നാണ് നാട്ടുകാരെല്ലാം കൂടെ കൂടി ആ വിധവയായ സ്ത്രീയോട് പറഞ്ഞത്. അത് പറയുക മാത്രമല്ല, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം, കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു, സഹോദരഘാതകനെ ഏൽപ്പിച്ചു തരിക, അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവനെ കൊന്ന് അങ്ങനെ അവകാശിയെയും നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, ആ വീട്ടിൽ ഇനി ഒരു അവകാശി മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചു, ഒരു മകൻ മരിച്ചു, ഇനി ഒരു മോൻ മാത്രമാണുള്ളത്. അപ്പോൾ മറ്റുള്ളവർ വന്നിട്ട് പറയുകയാണ്, ഒരുവനെ കൊന്നു കളഞ്ഞതുകൊണ്ട് ആ കൊന്ന ഘാതകൻ ആരാണ്? അവനെ വിട്ടുതരിക, അവനെ ഞങ്ങൾ കൊന്നിട്ട് നിന്റെ വീട്ടിലെ അവകാശം മുഴുവനും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. ആ മാതാവ് വളരെ വ്യസനത്തോടെ ചെന്നിട്ട് രാജാവിനോട് പറയുകയാണ്, കുലം മുഴുവനും എതിർത്ത് എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ ഇപ്പോഴുള്ള അവകാശിയായിരിക്കുന്ന തലമുറയെയും കൊന്നുകളയാൻ താല്പര്യപ്പെടുകയാണ്. ഇനി അത് മാത്രമല്ല, എൻ്റെ വീട്ടിലെ കനൽ കൂടി അവർ കെടുത്തിക്കളയുക, തീയുടെ നഷ്ടപ്പെടുത്തി കളയുക, തീ നഷ്ടപ്പെടുത്തി കളയുക. ഇന്ന് നമുക്കറിയാം, എല്ലാ ഭവനങ്ങളിലും തലമുറയെ പിശാച് ശക്തമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് അവകാശികൾ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ആൺ തലമുറകളോട് ശക്തമായി ഈ നാളുകളായി പിശാച് പോരാടുകയാണ്. ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നിനൊക്കെ അടിമയാക്കി തീർത്തുകൊണ്ട്
സ്വന്തം ഭവനത്തിൽ വസിക്കുവാൻ കഴിയാത്ത വിധത്തില് കുടുംബത്തിന്റെ ഉള്ളറയിൽ നിന്ന് തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. തലമുറയ്ക്ക് എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് തലമുറകൾ നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് ഇന്ന് ലോകം മുഴുവനും മാറിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാതാവ് വളരെ വ്യസനത്തോടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ ഭവനത്തിന്റെ അവകാശിയായവനെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം, ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഒന്നടങ്കം ആൾക്കാര് ഇളകി വന്നിരിക്കുകയാണ്. ഇന്ന് പൽക്കാലം ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, വ്യസനത്തോടെ ആയിരിക്കുന്ന മാതാക്കളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന സഹോദരിമാര് യേശുവിന്റെ ക്രൂശീകരണം കണ്ടിട്ട്, നൊന്തു പിടയുന്ന യേശുവിനെ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വേദനയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കരവി. എന്താ യേശു അത് പറയുവാൻ കാരണം? വരാൻ പോകുന്ന ലോകത്ത് നിൽക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ വലിയ ഒരു കോട്ടയുണ്ടെങ്കിൽ മാത്രമേ തലമുറകൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു വല്ലാത്ത കാലഘട്ടങ്ങളിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് നഷ്ടപ്പെടുത്തി കളയുവാൻ, ഭവനത്തിൽ നിന്നുള്ള അവകാശം നഷ്ടപ്പെടുത്തി കളയുവാൻ ശക്തമായി തലമുറയുടെ മേൽ പോരാടുമ്പോൾ ഈ ദിവസങ്ങളിൽ കരയുന്ന മാതാപിതാക്കന്മാർ എഴുന്നേൽക്കട്ടെ, കരയുന്ന അമ്മമാർ എഴുന്നേൽക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഓലോല കണ്ണുനീരൊഴുക്കുക. ആമേൻ. തലമുറകൾക്ക് വേണ്ടി കരയുക, ദേശത്തിന് വേണ്ടി കരയുക. പ്രൈസ് ദി ലോർഡ്. അവകാശിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ശക്തി ലോകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് സഹഭൃത്യന്മാരായിട്ടും കൂട്ടുകാരായിട്ടുമൊക്കെ, ആമേൻ, സ്തോത്രം, കുഞ്ഞുങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും അവരെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അവരുടെ അവകാശം ഇല്ലാതാക്കി തീർക്കുവാൻ പോരാടുന്ന ഒരു അന്ധകാര ശക്തി ലോകം മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചെയ്യുവാൻ കഴിയും: അവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. അതെല്ലാം മറ്റൊന്നും കഴിയത്തില്ല. ചെറുപ്പം മുതലേ ദൈവവചനം അവരെ പഠിപ്പിക്കുവാൻ കഴിയട്ടെ. ഈ അനുസരണത്തിൽ അവർ വളരുവാനിടയായിത്തീരട്ടെ. ഞാനൊരു ഭാഗം ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഇടിമക്കൾ എന്ന് പറയുന്ന രണ്ട് മക്കളെ പറ്റി പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവരാരാ ഇടിമക്കൾ? യാക്കോബും യോഹന്നാനുമാണ്. ഒരുപക്ഷെങ്കിൽ ആ പേര് പോലെ തന്നെ ആയിരിക്കാം അവരുടെ ചെറുപ്പത്തിലെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതാവ് വളരെ സഹിച്ച് മടുത്തിട്ട് ഒരു ദിവസം ഒരുവനെ വലത്തെ കൈയിലും ഒരുവനെ ഇടത്തെ കൈയിലും പിടിച്ചുകൊണ്ട് യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: യേശുവേ, എൻ്റെ രണ്ട് മക്കളാണ് ഇവര്. ഒരുവനെ അങ്ങയുടെ ഇടത്തും ഒരുവനെ അങ്ങയുടെ വലത്തും ഇരുത്തണമേ. എത്ര പ്രത്യാശയുള്ള മാതാവാണ് നോക്കിക്കേ. മറ്റെങ്ങും കൊണ്ടുവിടാതെ, ആമേൻ, സ്തോത്രം, ഈ ലഭിക്കപ്പെട്ട തലമുറയെ യേശുവിന്റെ വലത്തും ഇടത്തും ഇരുത്തുവാൻ ദർശനം പ്രാപിച്ചൊരു മാതാവ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യോഹന്നാനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്ത് നാളെ സംഭവിക്കുവാനുള്ളത്, ആ വെളിപ്പാട്, ആ ദർശനം കാണിച്ചു കൊടുത്തത് യോഹന്നാനെയാണ്. കർത്താവ് വലിയ ദർശനത്താൽ യോഹന്നാനെ നിറച്ച് ലോകത്തിന് നാളെ എന്ത് സംഭവിക്കും, ലോകത്തിന്റെ ഭാവി എന്താണ്, ഭൂമിയുടെ ഭാവി എന്താണ്, ദൈവസഭയുടെ ഭാവി എന്താകും എന്ന് വ്യക്തമായ ദർശനം കൊടുത്തത് യോഹന്നാൻ അപ്പോസ്തലനാണ്. യാക്കോബും വ്യത്യസ്തനല്ല. താനൊരു പ്രാർത്ഥന മനുഷ്യനായി മാറ്റപ്പെട്ടു. തൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രാർത്ഥന മനുഷ്യനാണ് യാക്കോബ്. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു യോദ്ധാവായിട്ട് യാക്കോബ് മാറുകയാണ്. എന്താ? മാതാവിൻ്റെ സമർപ്പണം, മാതാവിൻ്റെ പ്രാർത്ഥന. മാതാവ് തനിക്ക് ലഭിക്കപ്പെട്ട ആ ദർശനവും വെളിപ്പാടും തൻ്റെ തലമുറകളിലേക്ക് വ്യാപരിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ കണ്ടിട്ട് വളരെയധികം അഭിമാനിക്കുകയാണ്. താൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാ: തീമോഥെയോസേ, നിന്നിൽ ഞാനൊരു വിശ്വാസം കണ്ടിരിക്കുന്നു. അത് നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനിക്കയിലും ഞാനത് കണ്ടിരിക്കുന്നു. നിന്റെ അമ്മമാർ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്.
അതുകൊണ്ടാണ് ഈ വിശ്വാസം നിന്നിലേക്ക് വന്നത്. ആ വല്യമ്മച്ച് കാണിച്ച വിശ്വാസം കൊച്ചു മകനിലേക്ക് വ്യാപരിക്കുകയാണ്. ആ മാതാവിന് പ്രാർത്ഥനയും ആരാധനയും ഉണ്ടായിരുന്ന ഒരു മാതാവായിരുന്നു. അതുകൊണ്ടല്ലേ തീമത്യോസിനോട് പൗലോസ് ആമേൻ സ്തോത്രം വളരെ ശക്തിയോടെ പറയുവാനിടയായി തീർന്നത്, ആമേൻ മാതാക്കളുടെ വിശ്വാസം ഞാൻ നിന്നിലും കണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ എഴുന്നേൽക്കട്ടെ. നമ്മളെ തലമുറയ്ക്ക് മാതൃകയുള്ള മാതാപിതാക്കന്മാർ ഈ നാളുകളായിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ പ്രാർത്ഥനയെ ഭേദിച്ചുകൊണ്ട് തലമുറകൾക്ക് ഇന്ന് ഓടാൻ പറ്റത്തില്ല. അതൊരു വലിയ കോട്ടയാണ്, ഒരു വലിയ ചങ്ങലയാണ്. അതിനകത്ത് തന്നെ നമ്മുടെ തലമുറകൾ നിലനിൽക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത്, ഞങ്ങൾ ആ വീട്ടിലെ അവകാശികൾ ഇല്ലാതാക്കട്ടെ. അതുകൊണ്ട് അവൻ എവിടെയെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യസനത്തോടെ ആമേ രാജാവിനോട് അപേക്ഷിക്കുന്ന ഒരു മാതാവിനെ കാണുവാൻ കഴിയും. ഇനി അത് മാത്രമല്ല, വീട്ടിലുള്ള കനലും കൂടി കെടുത്തുവാൻ അവരാഗ്രഹിക്കുന്നു എന്നായിരുന്നിരിക്കുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന തീ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവാഹം, അതിനേക്കിടെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു അന്ധകാര ശക്തി ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. ദൈവമക്കളെ മടങ്ങി വരട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ച ആ തീ, 1-ാം നൂറ്റാണ്ട് മുതൽ കത്തിയ തീ, അതിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കെട്ടുപോകരുത്. അത് തലമുറകളിലേക്കും വ്യാപരിക്കപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. ആമേൻ സ്തോത്രം. അഗ്നി ഏതിനെ ശുദ്ധീകരിക്കുവാൻ ഇടയായിത്തീരും. അത് പരിശുദ്ധാത്മാവായി നിലകൊള്ളുകയാണ്. ഇന്നു രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെ വഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഭവനത്തിലെ അവകാശമില്ലാതാക്കി തീർക്കുവാൻ പോരാടി നിൽക്കുന്ന ദേശശക്തികളോട് നമുക്ക് പോരാട്ടമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ജഡരക്തങ്ങളോടല്ല നിങ്ങളുടെ പോരാട്ടം, പിന്നെ ആരോടാണ്? ആമേ ലോകശക്തികളോട്, എതിരായി നിൽക്കുന്ന സ്വലോകങ്ങളുടെ ദുഷ്ടശക്തികളോട്, പൈശാചിക ഗണത്തോട് ഒരു വലിയ യുദ്ധം നമുക്കുണ്ട്. ഈ ദിവസങ്ങളിൽ യുദ്ധം ചെയ്ത് അവയെ കീഴ്പ്പെടുത്തുവാൻ, അവയെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് രാജാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വേദഭാഗം കൂടെ ഒന്ന് വായിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം, അതിന്റെ 4-ാം അധ്യായം, അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏലീശ പ്രവാചകന്റെ ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്നിട്ട് ഏലീശയോട് പറയുന്ന ഒരപേക്ഷയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: യജമാനനെ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ കടക്കാര് എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കടക്കാര് വന്ന് അടിമകളായി പിടിച്ചുകൊണ്ടു പോകുക. തലമുറ വീട്ടിനകത്ത് നിൽക്കാൻ പാടില്ല. അടിമയായി പിടിച്ചുകൊണ്ട് പോകുവാൻ കടക്കാർ വന്നിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഭർത്താവ് ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എങ്ങനെയോ കടം സംഭവിച്ചു. അത് വീട്ടുവാൻ നിർവാഹമില്ലാതെ ഒരുപക്ഷെങ്കിൽ ഭാരപ്പെട്ട് കാണും. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം മൺമറഞ്ഞു പോയി. പക്ഷെ താൻ കടം മേടിച്ചിട്ട് കൊടുക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ട് കടക്കാരെല്ലാം വീട്ടിൽ വന്നിട്ട് ബഹളമുണ്ടാക്കുക. പഴയ നിയമകാലത്ത് കടം തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയുള്ള മക്കളെ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു രീതിയുണ്ട്. ആ കടം തീരുന്നതുവരെ അവരടിമകളായി ആ തലമുറകളെ ജോലി ചെയ്യിപ്പിക്കും. ഇവിടെ അതാണ് സംഭവിച്ചത്. കടം വീട്ടുവാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ കടക്കാർ വന്നിട്ട് ഈ 2 ആൺകുട്ടികളെയും പിടിച്ചുകൊണ്ടു പോകുവാൻ വന്നിരിക്കുക. ഈ മാതാവാകെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യണം? അവർ വളരെയധികം വിഷമിക്കുകയാണ്. ഒറ്റ സോഴ്സ് കിട്ടി, നേരെ പ്രവാചകന്റെ അടുത്തേക്ക് ഓടണം. അവിടെ ചെന്നിന്റെ കാര്യങ്ങൾ പ്രസ്താവിക്കണം. എലീശ പ്രവാചകന്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവനൊരു ഭക്തനായിരുന്നു. പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവക്കൊന്നും പറയുവാനില്ല. ഉണ്ടായിരുന്നത് എന്താ? ഒരു കൊച്ചു ഭരണിയിലെ എണ്ണ മാത്രം.
ഉള്ള വാക്കുള്ളതുപോലെ തുറന്നു പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താണെന്നറിയാമോ? ഈ ഭക്തന് മറ്റൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഏക്കർ കണക്കിന് സ്ഥലമോ ബാങ്ക് ബാലൻസോ മറ്റൊന്നും നിക്ഷേപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എണ്ണ കരുതുവാൻ അദ്ദേഹം മറന്നില്ല. അതിൻ്റെ അർത്ഥം എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മറ്റൊന്നും തനിക്ക് നിക്ഷേപിക്കുവാനില്ലായിരുന്നു, കൊടുക്കുവാനില്ലായിരുന്നു. എന്നാൽ ഒരു ഭരണി എണ്ണ വെച്ചിട്ടാണ് താൻ കടന്നുപോയത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, തലമുറകൾക്ക് വേണ്ടി മറ്റൊന്നും കരുതുവാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൽ അവരെ വളർത്തുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ പിതാവ് തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കാം ആ എണ്ണ നിക്ഷേപിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ഭവനത്തിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. മാതാവ് പറയുക, ഒരു ഭരണി എണ്ണ മാത്രം വീട്ടിലുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, അയൽവാസികളുടെ അടുത്ത് നിന്ന് പാത്രങ്ങൾ കടം വാങ്ങിക്കണം. കാര്യം സ്വന്തമായിട്ടൊന്നുമില്ല, പാത്രങ്ങൾ കടം വാങ്ങിക്കുക. എന്നിട്ട് നീയും നിന്റെ മക്കളും വീടിനകത്ത് കയറുക, വാതിലടയ്ക്കുക, എണ്ണ കാലിപ്പാത്രങ്ങളിലേക്ക് പകരുക. രക്ഷ പ്രാപിക്കുവാൻ പ്രവാചകൻ പറഞ്ഞുകൊടുത്ത മാർഗമാണ്. സ്തോത്രം. ഈ മാതാവ് അതുപോലെ തന്നെ ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട് ചുറ്റുപാടുള്ള വീടുകളിൽ നിന്നൊക്കെ പാത്രങ്ങൾ ശേഖരിച്ച് വീട്ടിനകത്തേക്ക് ആ മക്കൾ കൊണ്ടുവരികയാണ്. അതിനകത്തൊരു 3 കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഈ മാതാവിന് ഏലീശയുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രവാചകനുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. ഏലീശ പ്രവാചകൻ ദൈവത്തിന് നിഴലായി നിൽക്കുകയാണ്. നമ്മുടെ ആ പരിമിതികൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരണമെങ്കിൽ ദൈവവുമായിട്ടൊരു വലിയ ബന്ധം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയൽവാസികളുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കടം ചോദിച്ചപ്പോഴേ പാത്രങ്ങൾ അവർ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തെ മാനിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് അയൽവാസികളെ ആശ്രയിച്ചപ്പോൾ അവരാരും ഒഴിവുകഴിവ് പറയാതെ അവർക്കുള്ള പാത്രങ്ങളെ അവർ ഇവർക്ക് വേണ്ടി സഹായത്തിനായി കൊടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഈ മാതാവും മക്കളുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയോട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. പലപ്പോഴും തലമുറകൾ മാതാപിതാക്കന്മാരെ അനുസരിക്കാറില്ല. എന്നാൽ ഈ മാതാവ് എന്തു പറയുന്നു അത് ഈ തലമുറകൾ അനുസരിക്കുകയാണ്. ദൈവഭവനത്തിനുള്ളിൽ അനുഗ്രഹം സ്ഥാപിതമാകണമെങ്കിൽ അനുസരണത്തിന്റെ ആത്മാവ് ഭരിക്കുന്ന തലമുറകൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പരിമിതികളെ മാറ്റുവാൻ അത് മതിയായതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, അവർ പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു, വീടിനകത്ത് കയറി, വാതിലടച്ചു. അമ്മ കുപ്പിയിൽ നിന്ന് എണ്ണ പാത്രങ്ങളിലേക്ക് പകരുകയാണ്. നിറയുന്നത് മക്കൾ മാറ്റി മാറ്റി വയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കിക്കേ, എത്ര സന്തോഷകരമായ ഒരു അനുഭവം. എന്താ? അവരുടെ കടം വീട്ടണം, അവരനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം നേടണം. ഐക്യതയുള്ള ഒരു ഭവനം, ചേർച്ചയുള്ളൊരു ഭവനം, വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അവരൊന്നിച്ച് ഐക്യതയോടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാത്രങ്ങളിലേക്ക് പകർന്നു. അവസാനം വന്നു, എണ്ണ പകർന്നു, പാത്രങ്ങൾ തീർന്നു, എണ്ണയുടെ വരവ് നിന്നും എഴുതിയിരിക്കുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ, നമ്മളാണ് അനുഗ്രഹത്തിന്റെ വിശാലത എത്രമാത്രം വേണമെന്ന് നിശ്ചയിക്കുന്നത്. ഞാനും ചിന്തിച്ചത് വായിച്ചപ്പോൾ കുറച്ച് പാത്രം കൂടെ ശേഖരിച്ചു എങ്കിൽ അവർക്ക് കുറച്ച് എണ്ണയുടെ കിട്ടുമായിരുന്നു. അവര് എത്രമാത്രമാണോ അവര് സംഘടിപ്പിച്ചു വെച്ചത്, ഒരുക്കത്തോടെ ഇരുന്നത്, അതിൻ്റെ അനുസരിച്ചുള്ള നന്മ മാത്രമേ അവർക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. അവർ കൊണ്ടുവന്ന പാത്രത്തിൽ മുഴുവനും എണ്ണ പകർന്നു. പിന്നെ പാത്രത്തിലേക്ക്
എണ്ണ പകരാൻ നോക്കി, പക്ഷെ പാത്രം തീർന്നു, എണ്ണയുടെ വരവും നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് പൽക്കാലം രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഐക്യതയുള്ള ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുവാനിടയായിത്തീരും. പാത്രം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് നേരെ കൊണ്ട് ആ എണ്ണ വിൽക്കുകയല്ലായിരുന്നു. പിന്നെ ചെയ്തത്, ആരാണോ വിജയത്തിന് വേണ്ടി സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുകയാണ്. ആരാണ്? എലീശ. എലീശയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, ഇനി എന്താ ചെയ്യണ്ടേ? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഇനിയും കൊണ്ട് കടം വീട്ടിക്കൊള്ളുവീൻ, ബാക്കി ശേഷിക്കുന്നത് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിക്കണം. ഇന്ന് രാത്രികാലം എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പരിമിതികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിന്റെ മേഖലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ, കുറവുകൾ വരുമ്പോൾ, ഈ ദിവസങ്ങളെ ഐക്യതയുടെ ആത്മാവിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ചിലത് ചെയ്യുവാൻ തയ്യാറാകൂ. അതിന് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. തലമുറയാകുന്ന ഈ അവകാശികളെ പിടിച്ച് നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് ശക്തമായി പോരാടുമ്പോൾ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയട്ടെ. കർത്താവേ, എനിക്ക് തന്ന തലമുറയെ പിശാചിന് വേണ്ടി വിട്ടുകൊടുക്കാനല്ല, അവൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ അവകാശിയാണ്. നിനക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന തീ കെട്ടുപോകരുത്, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ കുറഞ്ഞു പോകരുത്. അത് നിരന്തരം കുടുംബത്തിനകത്ത് ഉപയോഗിക്കുവാൻ തയ്യാറാകുമ്പോൾ, ആ വിളക്ക് കത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ, നിശ്ചയമായിട്ടും അവിടെ വ്യാപരിക്കുന്ന സകല അന്ധകാര കെട്ടുകളും ഈ വെളിച്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുവാൻ ഇടയായിത്തീരും. നിന്റെ കനലിനെ കെടുത്തുവാൻ, തീയെ കെടുത്തിക്കളയുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന പാരമ്പര്യ ശക്തികൾ, പൈശാചിക പോരാട്ടങ്ങൾ, എതിരായി നിൽക്കുന്ന എല്ലാ മന്ത്രതാന്ത്രങ്ങളും ഈ ദിവസങ്ങളിൽ ഉടയ്ക്കപ്പെടുവാൻ അദൃശ്യനായ ദൈവത്തിന്റെ കരം വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുവാൻ കഴിയുമോ? ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവകാശത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, തലമുറകളുടെ മേൽ അവകാശം പറയുന്ന ദുഷ്ടശക്തിയുടെ വ്യാപാരം ഈ ദിവസങ്ങളായി തകരപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ പരിമിതികളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കാനാവിലെ വീട്ടിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് അവരുടെ പരിമിതികളെ മാറ്റി. നമുക്ക് ആ ചരിത്ര ഭാഗം അറിയാം. ആ ഭവനത്തിനകത്ത് ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. അതിന് മാറ്റിയൊരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് കൊടുത്തുവെങ്കിൽ നിന്റെയും ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയട്ടെ. നമ്മുടെ തലമുറയെ അവകാശം പറയുന്ന ദേശശക്തികൾ, പൈശാചിക കെട്ടുകൾ, മദ്യലഹരിയുടെ ആസക്തികളെല്ലാം ഈ ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകട്ടെ. തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ, ഉന്നതി പ്രാപിക്കട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പരാജയങ്ങൾ ജയമാക്കി തീർക്കട്ടെ. വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നെല്ലാ ഭവനങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ ഇടയായിത്തീരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആ കണ്ണുകളെ ഒന്ന് അടച്ച് അല്പനിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. കർത്താവേ, എൻ്റെ ശൂന്യതകളെ ഒന്ന് കാണണമേ, എൻ്റെ പരിമിതികളെ ഒന്ന് കാണണമേ, എൻ്റെ തലമുറയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണമേ. ദൈവത്തിനെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അല്ലെങ്കിൽ ഭവനത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ കഴിയാതെ അവൻ പുറത്തു കളയുന്ന, അവൻ തലമുറയെ പുറത്തു കളയുന്ന ആ പൈശാചിക ശക്തികൾ ഈ ദിവസങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ഒരത്ഭുത പ്രവൃത്തി ഭവനത്തിന്റെ ഉള്ളിൽ വെളിപ്പെടട്ടെ, വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടവരായി ജീവിതത്തിൽ നിരാശയും പ്രയാസങ്ങളും ഏറി വന്ന് അവൻ ജീവിതത്തെ തകർത്ത് കളയുവാൻ അവൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ദുഷ്ടവ്യാപാരത്തിന്റെ കെട്ടുകൾ ഈ ദിവസങ്ങളിൽ ഭവനം വിട്ട്
പുറത്തു പോകട്ടെ. ഒരു അത്ഭുത വിടുതൽ ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആൺമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പെൺമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടുന്ന നന്മകൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരട്ടെ. അതിന് വിരോധമായി നിൽക്കുന്ന സകല വെല്ലുവിളികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയപ്പെടുവാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, ഈ രാത്രിയുടെ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കുടുംബങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബങ്ങളിൽ വെളിപ്പെടുത്തണമേ. പല തലമുറകളെയും വീട്ടിനകത്ത് കയറ്റുവാൻ കഴിയാത്ത വിധത്തില് ഹല്ലേലൂയ പുറത്തുകൂടി നടത്തിക്കൊണ്ടു പോകുന്ന ദുഷ്ടശക്തിയുടെ വ്യാപാരത്തെ ദൈവം ശാസിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ അവകാശം പലപ്പോഴും നഷ്ടപ്പെട്ടവരായി അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കളഞ്ഞ് അകത്ത് കയറുവാൻ കഴിയാത്ത വിധത്തില് മദ്യലഹരിക്കും ആമേൻ മയക്കുമരുന്നിനും അടിമകളാക്കി വലിച്ചുകൊണ്ടു പോകുന്ന ദേശാന്തര ശക്തികളെ ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ ഒന്നിച്ച് ശാസിച്ച് അതിന് മതിൽ ജയമെടുക്കുകയാണ്. കർത്താവേ, അവരുടെ അവകാശം നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ദൈവം ഭവനത്തിൻ്റെ ഉള്ളിൽ അവരെ നിലനിർത്തണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം. ഈ വചനം മുഖാന്തരം കുടുംബങ്ങൾ, വ്യക്തിജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവിടുന്ന് കരുണ ചെയ്യണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയഗ്രഹത്താലും നിറയ്ക്കണമേ കർത്താവേ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ വചനം കേട്ടോ ആ വീടുകളിലും ആ വ്യക്തി ജീവിതങ്ങളിലും കർത്താവേ, അവിടുത്തെ സമാധാനം ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം സഹായിക്കണം. ഒരു വലിയ മാറ്റത്തെ ദൈവം കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം വെളിപ്പെടുത്തണമേ. ഈ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ അഭിഷക്തന്മാർക്കായി സ്തോത്രം. കർത്താവ് അനേക രാജ്യങ്ങളിൽ ഇത് എത്തിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം. സ്വർഗം മാനിച്ചാട്ടെ, അത്ഭുതങ്ങളുടെ വഴി നടത്തണമേ. സ്വർഗത്തിലെ നന്മകളെ കൊണ്ട് അലങ്കരിക്കും. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയോടെ കേൾക്കണം. സ്വർഗം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you all.